ഹായ് ഓൾ, വെൽക്കം ടു ഡ്രീം ഗാർഡൻ. ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ നിങ്ങളെ ഇതുപോലുള്ള പ്ലാന്റ്സൊക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഇതൊന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മളെ സെയിലിൽ ഫസ്റ്റത്തെ പ്ലാന്റ് വരുന്നത് എസ്റ്റർഡേ ടുഡേ ടുമാറോ എന്ന് പറയുന്ന ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള ചെടിയാണ്. പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 50 രൂപയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ കാണുന്ന സെയിം സൈസിലുള്ള തൈകളാണ് സെൻഡ് ചെയ്യുന്നത്. DTDC പ്രൊഫഷണൽ കൊറിയേഴ്സ് വഴിയാണ് നമ്മൾ കൊറിയേഴ്സ് എല്ലാം സെൻഡ് ചെയ്യുന്നത്. അത് നിങ്ങളെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ഏതാണോ വീടിനടുത്ത് അതിലൂടെ നമ്മൾ സെൻഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ കൊറിയർ ചാർജസ് ഉണ്ട് കേട്ടോ. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഈ മെലസ്റ്റോമേൻ്റെ 3 കളർ വെറൈറ്റീസാണ്. മെലസ്റ്റോമ വൈറ്റ്, മെലസ്റ്റോമ വയലറ്റ്, മെലസ്റ്റോമ യെല്ലോ. അങ്ങനെ ഈ 3 കളേഴ്സിനാണ് വന്നിട്ടുള്ളത്. എല്ലാത്തിൻ്റെയും നമ്മളിന്ന് സെയിലിടുന്ന എല്ലാ പ്ലാന്റ്സിൻ്റെയും തന്നെ റേറ്റ് നമ്മൾ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അതൊന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ മെലസ്റ്റോമ ഈ 3 കളേഴ്സും ലിമിറ്റഡ് സ്റ്റോക്കാണ് നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ കാണുന്ന സെയിം സൈസിലുള്ള തൈകളായിരിക്കും സെൻഡ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ നമ്മൾ കുറച്ച് മണ്ണ് റിമൂവ് ചെയ്തിട്ടാണ് എല്ലാ പ്ലാന്റ്സിനെയും സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒട്ടും മണ്ണ് റിമൂവ് ചെയ്യാതെ അയക്കണം എന്നുള്ളവർ ഒന്ന് പറഞ്ഞാൽ മതി. അവർക്ക് അല്ലാതെയും അയക്കും. കൊറിയർ ചാർജസിൽ ഡിഫറൻസ് വരുന്നു മാത്രമേ ഉള്ളൂ. അടുത്തത് കക്കടമുല്ലയാണ്. നമ്മൾ മൈസൂർ മുല്ല എന്നൊക്കെ പറയാറുണ്ട്. പല സ്ഥലങ്ങളിലും പല പേരിലാണ് അറിയപ്പെടുന്നത്. കക്കടമുല്ല എന്ന് പറയുന്നത് ഒരു നോർമൽ കോമൺ നെയിം പോലെയാണ്. അപ്പോൾ ഇതിൽ പിങ്കിഷ് കളറ് മുട്ടാവുമ്പോൾ കുറച്ച് പിങ്കിഷ് കളറായിട്ടും ഫ്ലവർ നല്ല വൈറ്റ് കളറായിട്ടുമാണ് വരുന്നത്. സ്മെല്ലിന് നമ്മളെ നോർമൽ മുല്ലേനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് സ്മെല്ല് വ്യത്യാസമുണ്ട്. മെഡിനില നമ്മളോട് ഒരുപാട് പേര് എപ്പോഴും എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ഈ മെഡിനിലേൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതുപോലുള്ള തൈയാണ് വരുന്നത്. 40 രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. ഇതിന് നമുക്ക് ഔട്ട്ഡോറായിട്ടോ ബാൽക്കണിയിലൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ചെടി തന്നെയാണ്. നെക്സ്റ്റ് പ്ലാന്റ് ലോറോപെറ്റിലാണ്. നിങ്ങളെ വീട്ടിൽ ഏത് ഫ്ലവറിങ് പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും ഈ ഒരു പ്ലാന്റ് നിർബന്ധമായിട്ട് നിങ്ങളെ വീട്ടിൽ വാങ്ങി വെച്ചിരിക്കണം. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ചെടിയാണ്. അതിൻ്റെ ലീഫ് ആയിക്കോട്ടെ, ഫ്ലവർ ആയിക്കോട്ടെ, മറ്റുള്ള ചെടികളെല്ലാം വെച്ച് നോക്കുമ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്ലാന്റാണ് ഈ ലോറോപെറ്റിൽ എന്ന് പറയുന്നത്. എപ്പോഴും നല്ല വെയിൽ കിട്ടുന്ന സമയങ്ങളിൽ മുഴുവനായിട്ട് നല്ല ഫ്ലവേഴ്സും തരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ആ റെഡ് കളർ ലീഫും റെഡ് കളർ ഫ്ലവറും കാണാനായിട്ട് തന്നെ നല്ല ഭംഗിയാണ്. നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് മിനിയേച്ചർ തെച്ചീൻ്റെ യെല്ലോ കളറാണ്. ലൈറ്റ് യെല്ലോ കളറാണ്. മിനിയേച്ചറാണ് തെച്ചി. മിനിയേച്ചറിൽ പിങ്കും അങ്ങനെ 1-2 വെറൈറ്റീസ് നമ്മളടുത്തുണ്ട്. അപ്പോൾ അങ്ങനെ തെച്ചീൻ്റെ കളക്ഷൻസ് കൂട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി. അതിൻ്റെ ഇമേജസ് വേറെ ഷെയർ ചെയ്ത് തരാം. നെക്സ്റ്റ് പ്ലാന്റ് മരമുല്ലയാണ്. നിങ്ങൾക്ക് ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു ചെടിയാണ് മരമുല്ല. പൂക്കൾ വിരിഞ്ഞ് വരുമ്പോൾ തൊട്ട് അത് എൻഡ് ആവുന്നത് വരെ നല്ല സ്മെല്ലായിരിക്കും. ഈ കാണുന്ന ഈ ഒരു സൈസിലുള്ള തൈകളാണ് ഇപ്പോൾ നമ്മൾ സെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റേറ്റ് 60 രൂപയാണ്. ഇത് നോർമൽ ടൈപ്പാണ്. ഇതിൻ്റെ ലീഫ് ചെറുതായിട്ട് വരുന്ന മിനിയേച്ചർ ടൈപ്പും നമ്മളടുത്ത് അവൈലബിൾ ആണ്. അതിന് കുറച്ച് റേറ്റ് ഡിഫറൻസ് ഉണ്ടാവും. ഇത് പെക്ട്രാന്തസ് ആണ്. എപ്പോഴും ഫ്ലവർ തരുന്നൊരു ചെടി ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ മനസ്സിൽ വരുന്നതിൽ വെച്ച് ഒരു ചെടിയാണ് ഈ ഒരു പെക്ട്രാന്തസ്. മിക്കവാറും സമയങ്ങളിൽ ഫ്ലവർ ഉണ്ടാവും. നമ്മൾ ഈ തുളസിപ്പൂ പോലത്തെ ഫ്ലവേഴ്സാണ് അതിനോട് യോജിക്കുന്ന ഒരു ഫ്ലവേഴ്സാണ് ഇതിൽ വിരിയുന്നത്. വയലറ്റ് ഷെയ്ഡിലും പിങ്ക് ഷെയ്ഡിലും ഇത് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് ഈ ഒരു വയലറ്റ് ഷെയ്ഡാണ്. നെക്സ്റ്റ് പ്ലാന്റ് റോസിഡോ റെഡാണ്. ഒരുപാട് നാളായിട്ട് നമ്മളടുത്ത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. ഒരുപാട് പേര് ചോദിച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന സൈസിലുള്ള ഫ്ലവറോടും മൊട്ടോടും കൂടിയിട്ടുള്ള തൈകളാണ് സെൻഡ് ചെയ്യുന്നത്. 100 രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ്. റോസ്മേരി പ്ലാന്റാണ് നെക്സ്റ്റ് പ്ലാന്റ്. ഈ പ്ലാന്റിൻ്റെ ഈ കാണുന്ന സൈസിലുള്ള തൈകൾ മാത്രമേ ഇപ്പോൾ നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പം അത്യാവശ്യം ബിഗർ സൈസാണ്. 120 റുപ്പിയാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത്. ഇത്രയും ഈ റോസ്മേരിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സും അതേപോലെ നമ്മൾ ഹെയറിനും നമ്മൾ ഫേസിനും എല്ലാത്തിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന, അതേപോലെ തന്നെ നമുക്ക് കുക്കിങ്ങിൽ കൂടി ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ചെടിയാണ് റോസ്മേരി. മെഡഗാസ്കർ ജാസ്മിന്. ഇതിൻ്റെ പ്ലാന്റ് വൺസ് നമ്മൾ പോട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരിക്കലും പെട്ടെന്നൊന്നും നശിച്ചു പോകാത്തൊരു ചെടിയാണ്. അത് മാത്രമല്ല ഇതിൻ്റെ ഫ്ലവേഴ്സ് ഒരുപാട് കാലം
ഫ്ലവർ വിരിഞ്ഞ് കുറേ കാലം നിൽക്കും എന്നുള്ളത് കൂടി ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ മെഡഗാസ്കർ ജാസ്മിൻ്റെ ഈ കാണുന്ന സൈസിലുള്ള തൈകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഹോയ നമുക്കിപ്പോഴും 3 കളേഴ്സിൽ അവൈലബിൾ ആണ്. വൈറ്റ്, ബ്രൗണ്, യെല്ലോ, അങ്ങനെ 3 കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. യെല്ലോയിനെയും വൈറ്റിനെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വൈറ്റിനെയും ബ്രൗണിനെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ യെല്ലോ ഹോയൻ്റെ ലീവ്സും വളരെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പേർക്ക് ഡൗട്ട്സ് വന്നിട്ടുണ്ട്. ഇത് ഹോയ തന്നെയാണോ, ഹോയ വിഭാഗത്തിൽ പെടുന്ന ചെടി തന്നെയാണോ, ഹോയ തന്നെയാണോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഹോയ യെല്ലോൻ്റെ ലീഫ് അങ്ങനെ കട്ടി കുറഞ്ഞ ലീഫാണ്. ഞാൻ ഈ വീഡിയോയിൽ തന്നെ അത് കാണിക്കുന്നുണ്ട്. വളരെ കട്ടി കുറഞ്ഞ ലീഫാണ് ഹോയ യെല്ലോയ്ക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ 3ൻ്റെയും ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റും ഇപ്പോൾ നമ്മളടുത്ത് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ ഫ്ലവറോട് കൂടി തന്നെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ സെൻഡ് ചെയ്ത് തരും കേട്ടോ. അതിന് റേറ്റ് ഡിഫറൻറ്റ് ഉണ്ടാവും. ഈ ഹോയ്ക്ക് ഓരോ ചെടിക്കും 50 രൂപ വീതമാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇത് ഈ 3 കളേഴ്സിലേ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെയുള്ള കളേഴ്സ് നമുക്ക് കൺഫേം ആയിട്ട് അറിയാത്ത ചെടികളാണ്. അപ്പോൾ ഹോയൻ്റെ കളക്ഷൻസ് കൂട്ടാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ ഈ 3ലും പെടാത്ത ഏതെങ്കിലും ചെടികളുണ്ടോ എന്ന് ചോദിക്കുന്നവർക്കാണെങ്കിൽ അങ്ങനത്തെ 1-2 കളേഴ്സും കൂടി നമുക്ക് ആഡ് ചെയ്ത് സെൻഡ് ചെയ്ത് തരാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് പ്ലാന്റ് ഫിഡിൽ ലീഫ് ഫിഗാണ്. ഈ ഫിഗ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. നമുക്ക് ഇൻഡോർ ആയിട്ട് അത്യാവശ്യം നല്ല വെളിച്ചം കിട്ടുന്നൊരു ഏരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ്. നമുക്ക് പരഗോളാസൊക്കെ ഉണ്ട് വീടിൻ്റെ ഉള്ളിലേക്ക് ലൈറ്റ്സ് വരുന്ന പോലെ എന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയാസിലൊക്കെ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. റിപ്സാലിസ് ആണ് നെക്സ്റ്റ് പ്ലാന്റ്. 60 റുപ്പീസാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. അതിൻ്റെ ആ പവിഴമുത്ത് പോലുള്ള മുത്തുകളാണ് ഏറ്റവും കാണാൻ ഭംഗി. നെക്സ്റ്റ് പ്ലാന്റ് ബോർ പ്ലാന്റ് ആണ്. ബോർ പ്ലാന്റിൻ്റെ ഈ കാണുന്ന സൈസിലുള്ള തൈകളാണ് സെൻഡ് ചെയ്യുന്നത്. 50 രൂപയാണ്. പിന്നെ ഈ വീഡിയോയിൽ നമ്മൾ 5 റുപ്പീസിൻ്റെ കുറച്ച് പ്ലാന്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് വീഡിയോൻ്റെ എൻഡിലായിരിക്കും കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇത് പെട്രിയേൻ്റെ വയലറ്റ് ആണ്. വയലറ്റിൻ്റെ ഈ കാണുന്ന സൈസിലുള്ള തൈകളാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. ഓരോ പ്ലാന്റിനും 50 റുപ്പീസാണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഈ സെൻസിവേരിയൻ്റെ ഡ്രാഫ് വെറൈറ്റിയാണ്. ഇതിന് 50 റുപ്പീസ് വെച്ചിട്ടാണ് ഓരോ സിംഗിൾ പ്ലാന്റ്സിനും റേറ്റ് വരുന്നത്. പിന്നെ ചിലതിനൊക്കെ ലീഫ് ഡിഫറൻസ് ഉണ്ട്. കുറച്ച് ഗ്രീനിഷ് കൂടുതലായിട്ടും കുറച്ച് യെല്ലോയിഷ് കുറവായിട്ടും അങ്ങനെ പല മിക്സ് ആൻഡ് മാച്ച് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ കാറ്റ് സ്റ്റീലിൻ്റെ ഹാങ്ങിങ് ആയിട്ടുള്ള പ്ലാന്റാണ്. അതിന് ഓരോ പ്ലാന്റിനും 50 രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത്. ഈ കാണുന്ന സൈസിലുള്ള തൈകളാണ് സെൻഡ് ചെയ്യുന്നത് കേട്ടോ. ഫ്ലവർ വിരിഞ്ഞു തുടങ്ങിയതും ഫ്ലവറോട് കൂടിയിട്ടുള്ളതുമാണ് സെൻഡ് ചെയ്യുന്നത്. ഇത് ക്ലോക്ക് വൈനാണ്. നമ്മൾ ലേഡി ഷൂ എന്നും പറയാറുണ്ട്. ഇതിൻ്റെ 2 ടൈപ്സാണ് ഇപ്പോൾ നമ്മൾ സെയിലിന് റെഡിയാക്കിയിട്ടുള്ളത്. വെരിഗേറ്റഡ് ടൈപ്പും, അതായത് വൈറ്റും ഗ്രീനും കൂടി, ലൈറ്റ് ഗ്രീനും കൂടി മിക്സ് ചെയ്ത് വരുന്ന ടൈപ്പും, പ്ലെയിൻ ഗ്രീൻ ടൈപ്പും. രണ്ടിനും ഫ്ലവേഴ്സ് സെയിം തന്നെയാണ്. അപ്പോൾ 50 റുപ്പീസ് വെച്ചിട്ടാണ് ഓരോ പ്ലാന്റിനും റേറ്റ് വരുന്നത്. പിന്നെ നമ്മളടുത്ത് ഇതിൻ്റെ കട്ടിങ്സാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഓരോ കട്ടിങ്സിനും 5 രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത്. അതേപോലെ തന്നെ 10 മണിച്ചെടികൾ റൂട്ടഡ് ആയിട്ടുള്ള ജിഫിയിലുള്ള നമ്മൾ ചെയ്ത തൈകളാണ്. അപ്പോൾ അതിന് ഓരോ തൈക്കും 35 റുപ്പീസ് വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ 6 കളേഴ്സായിട്ട് വാങ്ങുന്നവർക്ക് ഇൻക്ലൂഡിങ് കേരള കൊറിയർ ചാർജസ് അടക്കം 250 റുപ്പീസാണ് റേറ്റ് വരുന്നത്. കളേഴ്സ് ഞാൻ ഇതിൻ്റെ പുറകിലായിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ലൈറ്റ് യെല്ലോയിഷ് ഷെയ്ഡ്, അതേപോലെ തന്നെ പിങ്ക്, വയലറ്റ്, വൈറ്റ്, അങ്ങനെ തുടങ്ങിയ ഒരു 6 കളർ വെറൈറ്റിയിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്ലാന്റ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് ഷെയർ ചെയ്യുക. പിന്നെ നമ്മളെ കാറ്റലോഗ് ത്രൂ പർച്ചേസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്മളെ കാറ്റലോഗിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ത്രൂവും നിങ്ങൾക്ക് ഡയറക്റ്റ് നമുക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മെസ്സേജ് ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. ഇത് പെന്നിവേർട്ടാണ്. പല രീതിയിൽ മണ്ണിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ അങ്ങനെ ഏത് മെത്തേഡിലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ പെന്നിവേർട്ട്. ഞാനിപ്പോൾ ഇതിന് വളരെ ലൈറ്റായിട്ട് വാട്ടറിങ്ങിൽ അടിയിൽ നിറച്ചും സോയിൽ ചെയ്തിട്ടാണ് ഇതിനെ ഞാൻ പോട്ട് ചെയ്തിട്ടുള്ളത്. ഇത് വാട്ടർ ഹൈഞ്ചാണ്. പലയിടങ്ങളിലും കുളവാഴ എന്നൊക്കെ പറഞ്ഞ് ഇതിനെ അതായത് നടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് പലരും എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റാണ്. നമുക്കൊരു സിംഗിൾ പ്ലാന്റ്, ഒരു ചെറിയ പ്ലാന്റ് വാങ്ങി നട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്.
ഇത് വാട്ടർ ക്യാബേജ് ആണ്. വാട്ടർ പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവരുടെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിരിക്കും വാട്ടർ ക്യാബേജ്. ഇതിപ്പോൾ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടാണ് കേട്ടോ നിറച്ചും ഭയങ്കരമായിട്ട് ഗ്ലൈസിങ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓരോരോ ചെറിയ ചെറിയ തൈകളായിരിക്കും സെൻഡ് ചെയ്യുന്നുണ്ടാവുക. 5 റുപ്പീസിന് ആണ് വരുന്നത്. ഇതേപോലത്തെ ഓരോ പ്ലാന്റിനും 5 റുപ്പീസാണ് റേറ്റ് വരുന്നത്. പിന്നെ ഈ പ്ലാന്റ്സൊക്കെ നിങ്ങളെ ഏരിയാസിൽ എന്ത് റേറ്റ് വരും, നമ്മൾ ഇടുന്ന റേറ്റ്സ് നിങ്ങൾക്ക് വാല്യൂബിളായിട്ട് തോന്നിയിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ ഒരു സക്യുലൻറ്റിൻ്റെ കട്ടിങ്സാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. 10 രൂപയാണ് ഒരു കട്ടിങ്സിന് റേറ്റ് വരുന്നത്. അത്യാവശ്യം സൈസിലുള്ള കട്ടിങ്സ് ആയിരിക്കും സെൻഡ് ചെയ്യുന്നുണ്ടാവുക. അതേപോലെ ഈ ഒരു പ്ലാന്റിൻ്റെയും കട്ടിങ്സ് നമ്മൾ 5 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. അഗ്ലോണിമേൻ്റെ ഇതിൻ്റെ സിംഗിൾ ഷോട്ടിന് 30 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ പുതിയ സബ്സ്ക്രൈബേഴ്സിനോടാണ്, നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അത് കമൻറ്റ് ബോക്സിൽ പറയാം. ഇന്നത്തെ പ്ലാൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. പുതിയ വീഡിയോ ആയിട്ട് വരാം. ബൈ.